മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതരായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താൻ അത് പറയും, വടിയും തൂക്കി ഇവിടെ നിൽക്കേണ്ടതില്ല എന്നായിരുന്നു പ്രതികരണം. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ചോദ്യത്തോടായിരുന്നു ക്ഷുഭിതനായുള്ള പ്രതികരണം. കാണാം. പറയാനുണ്ടെങ്കിൽ ഞാൻ പറയൂ, നിങ്ങൾ വെടി വെട്ടണ കാര്യം. ഞാനെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറയൂ, നിങ്ങൾ വെടി വെട്ടണ കാര്യം. അതിൽ പാലോടുണ്ട് വിവരങ്ങൾ നൽകാൻ. അതിൽ കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ നടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട യോഗമാണ്. വലിയൊരു തോൽവി കേരളത്തിൽ CPM-നുണ്ടായി. അതിനുശേഷം നടക്കുന്ന യോഗത്തിൽ സ്വാഭാവികമായും പല കാര്യങ്ങളും ചർച്ചയാകും. ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്, PB അംഗമാണ്, മുൻ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ പിണറായി വിജയനോട് സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകർക്ക് ചോദ്യങ്ങളും ഉണ്ടാവും. പക്ഷേ അദ്ദേഹത്തിനെ പ്രകോപിപ്പിച്ചെന്താണ്? വിഴിഞ്ഞം സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാനായി ദില്ലിയിലെത്തിയതാണ് പിണറായി വിജയൻ. ദില്ലി സുർജിത് ഭവനിലെ യോഗത്തിന് ശേഷം തിരികെ കേരള ഹൗസിൽ ഉച്ചഭക്ഷണത്തിനായി എത്തിയതായിരുന്നു. ഒപ്പം MV ഗോവിന്ദനും ഉണ്ടായിരുന്നു. പിണറായി വിജയനാണ് ആദ്യം മുന്നോട്ട് വന്നത്. മാധ്യമപ്രവർത്തകർ സ്വാഭാവികമായും CPM-നുള്ളിലെ വിഴിഞ്ഞം സംബന്ധിച്ചുള്ള ഭിന്നതകൾ കുറിച്ചുള്ള ചോദ്യമായിരുന്നു ചോദിച്ചത്. ചോദിച്ചപ്പോൾ തന്നെ ക്ഷുഭിതനായാണ് പിണറായി വിജയൻ സംസാരിച്ചത്. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം അങ്ങനെയായിരുന്നു: നിങ്ങളിവിടെ വടിയും തൂക്കി നിൽക്കേണ്ട കാര്യമില്ല, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താൻ പറയും എന്ന 2 വാചകമാണ് പിണറായി വിജയൻ പറഞ്ഞത്. പിന്നീട് കോപത്തോടെ സ്വന്തം മുറിയിലേക്ക് പോകുന്നതാണ് ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നതും. ഉച്ചഭക്ഷണത്തിനായി ദില്ലി കേരള ഹൗസിലെ തൻ്റെ മുറിയിലേക്ക് എത്തിയതായിരുന്നു പിണറായി വിജയൻ. നേരത്തെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ഇറങ്ങിയപ്പോൾ പ്രതികരണം ഉണ്ടായിരുന്നില്ല. പിന്നീട് അവിടെ എത്തിയപ്പോഴും പ്രതികരിച്ചിരുന്നില്ല. സ്വാഭാവികമായും CPM-നുള്ളിലെ തർക്കം, CPM-നുള്ളിൽ വലിയ തോതിൽ ഭിന്നതയുണ്ട്. മാത്രമല്ല, നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞ പ്രതികരണത്തിൽ നിന്ന്, നിലപാടിൽ നിന്ന് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട്, ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പിന്മാറ്റം CPM-ന്റെ നിലപാടിൽ ഉണ്ടായി. നേതാക്കളൊക്കെ അതിനെതിരെ സംസാരിക്കുന്ന നില കൂടി വന്നു. ആ സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കേണ്ടത് അനിവാര്യവുമാണ്. ആ നിലയിലുള്ള ഒരു ചോദ്യത്തോടാണ് ഈ വിധത്തിൽ പിണറായി വിജയന്റെ പ്രതികരണം ഉണ്ടായത്. നിങ്ങൾ വടിയും തൂക്കി നിൽക്കേണ്ട കാര്യമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ താൻ പറയുമല്ലോ എന്നതാണ് പ്രതികരണം. പിന്നീട് കോപാകുലനായി സ്വന്തം മുറിയിലേക്ക് പോകുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് കണ്ടത്. ദില്ലി കേരള ഹൗസിലാണ് അല്പം മുൻപ് ഈ ദൃശ്യങ്ങൾ, ഈ സംഭവം ഉണ്ടാകുന്നത്. വിഴിഞ്ഞം സംബന്ധിച്ച ചോദ്യങ്ങളോടായിരുന്നു പിണറായി വിജയന്റെ ഈ പ്രതികരണം. ശരി, അതിലപ്പോൾ വല്ലതും പറയാനുണ്ടെങ്കിൽ ഞാൻ പറയും, അപ്പോൾ കേട്ടാൽ മതി. ഇതാണ് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തും പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഈ സമയത്തും പിണറായി വിജയന്റെ നിലപാട്. ശരി, ഇനിയിപ്പോൾ അദ്ദേഹം പറയട്ടെ, പറയുമ്പോൾ നമുക്ക് കേൾക്കാം.